Good morning, students. Household appliances. Next topic, air conditioner. Okay. അപ്പോൾ നമ്മൾ എയർ കണ്ടീഷണർ വീടുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്, കാറിലും യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടിന്റെ പ്രിൻസിപ്പിൾ ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ഹോട്ട് എയർ വലിച്ചെടുക്കുന്നു. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ഹോട്ട് എയർ വലിച്ചെടുക്കുന്നു. എന്നിട്ട് റെഫ്രിജറന്റിന്റെയും അതേപോലെ തന്നെ ഒരു സെറ്റ് കോയിലിന്റെ സഹായത്തോടു കൂടി അതിനെ പ്രോസസ് ചെയ്യുന്നു. എന്നിട്ട് പ്രോസസ് ചെയ്തതിനു ശേഷം അതിനെ കൂൾ എയർ ആക്കി മാറ്റുന്നു. അതിനുശേഷം എവിടുന്നാണോ ഈ ഹോട്ട് എയർ വലിച്ചെടുത്തത് അവിടേക്ക് ഈ പ്രോസസ് ചെയ്ത കൂൾ എയർ സപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഇപ്പോൾ റൂമിലായാലും അതേപോലെ തന്നെ കാറിലായാലും എയർ കണ്ടീഷണർ വർക്ക് ചെയ്യുന്നത് ഇതേ രീതിയിലാണ്. ഓക്കെ, അതായത് ഇതൊരു പർട്ടിക്കുലർ സ്പേസിൽ നിന്ന് ഹോട്ട് എയർ കളക്ട് ചെയ്യുന്നു. ദെൻ ഇറ്റ് വിൽ പ്രോസസ് ദിസ് കളക്റ്റഡ് ഹോട്ട് എയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെഫ്രിജറന്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെഫ്രിജറന്റിനെ പറ്റി പറഞ്ഞു. റെഫ്രിജറന്റിന്റെയും അതേപോലെ ഒരു സെറ്റ് കോയിലിന്റെ സഹായത്തോടു കൂടി ഈ കളക്ട് ചെയ്ത ഹോട്ട് എയറിനെ പ്രോസസ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ കൂൾ എയർ ആക്കി മാറ്റുന്നു. ആ കൂൾ എയർ അതേ സ്പേസിലേക്ക് തിരിച്ച് സെൻഡ് ചെയ്യുന്നു. ഇതാണ് എയർ കണ്ടീഷണർ ചെയ്യുന്നത്. എയർ കണ്ടീഷണർ ഇൻ എ റൂം ഓർ കാർ വർക്ക്സ് ബൈ കളക്ടിങ് ഹോട്ട് എയർ ഫ്രം എ ഗിവൺ സ്പേസ്. ഒരു പ്രത്യേക സ്പേസിൽ നിന്ന് ഹോട്ട് എയർ കളക്ട് ചെയ്യുന്നു. Processing it in itself with the help of refrigerant and bunch of coils. റെഫ്രിജറന്റിന്റെ സഹായത്തോടു കൂടിയും ഒരു സെറ്റ് കോയിലിന്റെ സഹായത്തോടു കൂടി അതിനെ പ്രോസസ് ചെയ്യുന്നു. Then releasing that cool air into same space where hot air had been originally collected. അതായത് ഒരു സ്പേസിൽ നിന്ന് ഹോട്ട് എയർ കളക്ട് ചെയ്തതിനു ശേഷം റെഫ്രിജറന്റിന്റെയും അതേപോലെ ഒരു സെറ്റ് കോയിലിന്റെ സഹായത്തോടു കൂടി അതിനെ പ്രോസസ് ചെയ്യുന്നു. ആ പ്രോസസ് ചെയ്ത കൂൾ എയർ നേരത്തെ ഏത് സ്പേസിൽ നിന്നാണോ ഹോട്ട് എയർ വലിച്ചെടുത്തത് അവിടേക്ക് തന്നെ സെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്പേസിൽ നിന്ന് ഹോട്ട് എയർ വലിച്ചെടുത്ത് അതിനെ റെഫ്രിജറന്റിന്റെയും ഒരു സെറ്റ് കോയിലിന്റെ സഹായത്തോടു കൂടി പ്രോസസ് ചെയ്തത് കൂൾ എയർ ആക്കി മാറ്റുന്നു. ആ കൂൾ എയറിനെ ഒറിജിനൽ സ്പേസിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം ആദ്യകാലത്ത് എയർ കണ്ടീഷണർ എന്ന് പറയുന്നത് വിൻഡോ എ സി ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്പ്ലിറ്റ് എ സി ആണ്. ഓക്കെ, രണ്ട് ടൈപ്പ് എയർ കണ്ടീഷണർ ഉണ്ട്. ഒന്ന് വിൻഡോ ടൈപ്പ് ആണ്, രണ്ടാമത്തത് സ്പ്ലിറ്റ് എ സി ആണ്. ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്പ്ലിറ്റ് ടൈപ്പ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് ഇൻസ്റ്റലേഷൻ ഉണ്ട് എ സിക്കകത്ത്. വിൻഡോ ടൈപ്പ് ആണ്, ഇപ്പോൾ അത് അധികം ആരും യൂസ് ചെയ്യുന്നില്ല. രണ്ടാമത്തത് സ്പ്ലിറ്റ് എ സി ആണ്. രണ്ടായാലും വർക്കിംഗ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇനി എ സിക്ക് പ്രധാനപ്പെട്ട 4 കമ്പോണൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇവാപറേറ്റർ, സെക്കൻഡ് വൺ ഈസ് കംപ്രസർ, ആൻഡ് തേർഡ് വൺ ഈസ് കണ്ടൻസർ, ആൻഡ് ഫോർത്ത് വൺ ഈസ് എക്സ്പാൻഷൻ വാൽവ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട എ സിയുടെ 4 പാർട്സ് എന്ന് പറയുന്നത് ഇവാപറേറ്റർ, കംപ്രസർ, കണ്ടൻസർ ആൻഡ് എക്സ്പാൻഷൻ വാൽവ്. ഓക്കെ, there are 4 main parts for air conditioner. First one is evaporator, and second one is compressor, and third one is condenser, and fourth one is expansion valve. ഇത് 4മാണ് ഈ എയർ കണ്ടീഷണറിന്റെ പ്രധാന ഭാഗങ്ങൾ. 1 ഇവാപറേറ്റർ, 2 കംപ്രസർ, 3 കണ്ടൻസർ, 4 എക്സ്പാൻഷൻ വാൽവ്. ഇവാപറേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി എ ഹീറ്റ് എക്സ്ചേഞ്ചർ കോയിൽ. അപ്പോൾ ഇവാപറേറ്റർ എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ട് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ കോയിലാണ്. ഓക്കെ, ഇത് റെഫ്രിജറന്റിന്റെ ഹെൽപ്പോട് കൂടി റൂമിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇവാപറേറ്റർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ കോയിലാണ്.
ഇറ്റ് ഈസ് ബേസിക്കലി എ ഹീറ്റ് എക്സ്ചേഞ്ചർ കോയിൽ. ഓക്കെ, ഇതാണ് ആ റൂമിൽ നിന്ന് ഹീറ്റ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, കളക്ട് ചെയ്യുന്നത് ആരുടെ സഹായത്തോടു കൂടിയാണ്? ഒരു റെഫ്രിജറന്റ് ഗ്യാസിന്റെ സഹായത്തോടു കൂടിയാണ് ഇത് റൂമിൽ നിന്ന് ഹീറ്റ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ കോയിലാണ്. ഇത് റൂമിനകത്തുള്ള ഹീറ്റിനെ റെഫ്രിജറന്റിന്റെ ഹെൽപ്പോട് കൂടി കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ആദ്യത്തെ ഫോം എന്ന് പറഞ്ഞാൽ റെഫ്രിജറന്റ് ലിക്വിഡ് ഫോമിലാണ്. ഓക്കെ, ഈ ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറന്റ് ഹീറ്റിനെ കളക്ട് ചെയ്യുമ്പോൾ അത് ഗ്യാസായി മാറുന്നു. അപ്പോൾ ഈ ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറന്റിന്റെ ഹെൽപ്പോട് കൂടി റൂമിലുള്ള ഹീറ്റിനെ എന്ത് ചെയ്യും? കണക്ട് ചെയ്യുന്നു. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ദിസ് റെഫ്രിജറന്റ്, ലിക്വിഡ് റെഫ്രിജറന്റ് ബിക്കം ഗ്യാസായി മാറുന്നു. ഇപ്പോൾ ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ആയിട്ട് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ കോയിലാണ്. ഓക്കെ, അത് റെഫ്രിജറന്റിന്റെ സഹായത്തോടു കൂടി റൂമിലുള്ള ഹീറ്റിനെ കളക്ട് ചെയ്യുന്നു. റെഫ്രിജറന്റ് ലിക്വിഡ് ഫോമിലാണ്. അത് ഹീറ്റിനെ കളക്ട് ചെയ്യുമ്പോൾ ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ കോയിലാണ്. ഓക്കെ, അത് റൂമിലുള്ള ഹീറ്റിനെ കളക്ട് ചെയ്യാണ് അത് ചെയ്യുന്നത്. ലിക്വിഡ് റെഫ്രിജറന്റിന്റെ സഹായത്തോടു കൂടിയാണ് ഹീറ്റിനെ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഹീറ്റിനെ കളക്ട് ചെയ്യുമ്പോൾ ഈ ലിക്വിഡ് റെഫ്രിജറന്റ് ഗ്യാസായി മാറുന്നു. സാധാരണഗതിയിൽ പണ്ട് കാലത്ത് റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് HFCs ആണ്. ഓക്കെ, ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ്, HFCs. ഓക്കെ, HFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോ ഫ്ലോറോ കാർബൺ. HFCs ആയിരുന്നു പണ്ട് കാലത്ത് റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. HFC എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ. R22, R290 തുടങ്ങിയവയാണ് AC ഉപയോഗിച്ചുകൊണ്ടിരുന്ന റെഫ്രിജറന്റ്. ഓക്കെ, R22, R290 തുടങ്ങിയ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ ആണ് ഈ എയർ കണ്ടീഷനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന റെഫ്രിജറന്റ്. അപ്പോൾ റെഫ്രിജറന്റ് യൂസ് ചെയ്താണ് ഇവാപ്പറേറ്റർ ഹീറ്റിനെ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ കോയിലാണ്. റെഫ്രിജറന്റ് സഹായത്തോടു കൂടി റൂമിലുള്ള ഹീറ്റിനെ എന്തോ ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. ഈ സമയത്ത് ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറന്റ് ഗ്യാസായി മാറുന്നു. ഇനി നെക്സ്റ്റ് കംപ്രസർ. രണ്ടാമത്തെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് കംപ്രസർ ആണ്. Compressor is fitted outside. സാധാരണഗതിയിൽ കംപ്രസർ റൂമിന് വെളിയിലായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഫിറ്റഡ് ഔട്ട്സൈഡ് ദ റൂം. ഓക്കെ, ഇനി കംപ്രസർ ചെയ്യുന്നത് ഈ ഗേഷ്യസ് ഫോമിലുള്ള റെഫ്രിജറന്റ് എന്തോ ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു. It compresses refrigerant in gaseous form. ഇപ്പോൾ കംപ്രസർ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഗേഷ്യസ് ഫോമിലുള്ള ഈ റെഫ്രിജറന്റിനെ കംപ്രസ് ചെയ്യുന്നു. ആദ്യമേ ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറന്റ്
ഹീറ്റിനെ കളക്ട് ചെയ്യുമ്പോഴാണ് ഗേഷ്യസ് ഫോമിലേക്ക് മാറുന്നത്. അതിനെ കംപ്രസർ കംപ്രസ് ചെയ്യുന്നു. മൂന്നാമത്തത് കണ്ടൻസർ ആണ്. ഈ കണ്ടൻസർ കോയിലും റൂമിന് വെളിയിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ കണ്ടൻസർ കോയിൽ റൂമിന് വെളിയിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് എക്സ്പെൽസ് heat to outside. ഓക്കെ, അപ്പോൾ ഈ കണ്ടൻസർ കോയിൽ ഹീറ്റിനെ വെളിയിൽ കളയുന്നു. അപ്പോൾ ഹീറ്റിനെ വെളിയിൽ കളയുമ്പോഴത്തേക്ക് ഈ ഗേഷ്യസ് ഫോമിലുള്ള റെഫ്രിജറന്റ് ദാറ്റ് ഈസ് കൺവേർട്ടഡ് ബാക്ക് ടു ലിക്വിഡ് ഫോം. റെഫ്രിജറന്റ് in liquid form converted back to refrigerant in gaseous form converted back to liquid form. അപ്പോൾ കണ്ടൻസർ കോയിൽ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേഷ്യസ് ഫോമിലുള്ള റെഫ്രിജറന്റിനെ ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ആ കളക്ട് ചെയ്ത ഹീറ്റിനെ എന്തോ ചെയ്യും, വെളിയിലേക്ക് പുറന്തള്ളുന്നു. ഇറ്റ് എക്സ്പെൽസ് ഹീറ്റ് ഔട്ട്സൈഡ്. ഓക്കെ, ഓക്കെ. ഇനി നാലാമത്തത് എക്സ്പാൻഷൻ വാൽവ്. Expansion valve. It controls the flow of refrigerant to evaporator. ഈ എക്സ്പാൻഷൻ വാൽവ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഈ എക്സ്പാൻഷൻ വാൽവിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് റെഫ്രിജറന്റ് ടു ഇവാപറേറ്റർ. ഇവാപറേറ്ററിലേക്കുള്ള റെഫ്രിജറന്റിന്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ എസിയുടെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ഇവാപറേറ്റർ, കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, 4 എണ്ണമാണ്. ഇവാപറേറ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ കോയിലാണ്. അതൊരു റെഫ്രിജറന്റിന്റെ സഹായത്തോടു കൂടി ഹീറ്റിനെ കളക്ട് ചെയ്യുന്നു. അങ്ങനെ ഹീറ്റിനെ കളക്ട് ചെയ്യുമ്പോൾ ആ ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറന്റ് ഗേഷ്യസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അടുത്തത് കംപ്രസർ ആണ്. കംപ്രസർ റൂമിന് വെളിയിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഗേഷ്യസ് ഫോമിലുള്ള റെഫ്രിജറന്റിനെ കംപ്രസ് ചെയ്യുന്നു. മൂന്നാമത്തത് കണ്ടൻസർ ആണ്. കണ്ടൻസർ ഗേഷ്യസ് ഫോമിലുള്ള റെഫ്രിജറന്റിനെ ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കളക്ട് ചെയ്ത ഹീറ്റിനെ പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്നു, പുറന്തള്ളുന്നു. നാലാമത്തത് എക്സ്പാൻഷൻ വാൽവ് ആണ്. ഈ ഇവാപറേറ്ററിലേക്കുള്ള റെഫ്രിജറന്റിന്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നത് എക്സ്പാൻഷൻ വാൽവ് ആണ്. ഇറ്റ് കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് റെഫ്രിജറന്റ് ടു ഇവാപറേറ്റർ. ഇത്രയുമാണ് എസിയുടെ മെയിൻ പാർട്സ്. ഓക്കെ.